എല്ലാവർക്കും നമസ്കാരം. നമ്മളെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് ഒരു ട്രക്കിംഗ് റൂട്ടിലാണ് കേട്ടോ. അപ്പോൾ ഞാനിന്ന് നിങ്ങൾക്കൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു സംഭവം കാണിച്ചു തരാം. ഇത് കണ്ടിട്ടുള്ളവർ ഉറപ്പായിട്ടും കമൻറ്റ് രേഖപ്പെടുത്തണം. അതായത് നമ്മളൊക്കെ നാട്ടുമ്പുറത്ത് നമ്മളെയൊക്കെ വീട്ടിൻ്റെ സൈഡിലൊക്കെ ജാമ്പയ്ക്കൊക്കെ കാണാറുണ്ട്. ഒന്ന് നമ്മുടെ ചുവന്ന കുഞ്ഞു ജാമ്പയ്ക്കയും പിന്നെ അതല്ലാതെ ആന ജാമ്പയ്ക്കയും. ഇങ്ങനെ രണ്ട് തരത്തിലുള്ള ജാമ്പയ്ക്കകളാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടുള്ളത്. അതുപോലെ നിങ്ങളും ഈ രണ്ട് തരത്തിലുള്ള ജാമ്പയ്ക്കായിരിക്കാം കണ്ടിട്ടുള്ളത്. പക്ഷേ കാട്ടിൽ ഉൾവനങ്ങളിലും ജാമ്പയ്ക്കയുണ്ട്, കാട്ടിലെ ജാമ്പയ്ക്കയുണ്ട് കേട്ടോ. അപ്പം ഇന്ന് കാണിച്ചു തരാനായിട്ട് പോകുന്നത് കാട്ടിലെ ജാമ്പയ്ക്കയാണ്. ഈ കാണുന്നതാണ് കാട്ടിലെ ജാമ്പയ്ക്കയുടെ പൂവെന്ന് പറയുന്നത്. അതിൻ്റെ ഇല നോക്ക്, ഇലയും നമ്മുടെ സാധാ ജാമ്പയ്ക്കയുടെ തരത്തിൽ തന്നെയാണ് ഇതിൻ്റെ ഇലയും ഇരിക്കുന്നത്. അപ്പോൾ ഇതാണ് കാട്ടിലെ ജാമ്പയ്ക്കയുടെ പൂവെന്ന് പറയുന്നത്. ഇതാ ഇവിടെ കണ്ട, അതാ ഈ നിൽക്കുന്നത് കണ്ട, ഇതാണ് ഈ കാട്ടിലെ ജാമ്പയ്ക്ക എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഞാൻ പതിയെ ഒന്ന് പറിച്ചെടുക്കുകയാണേ. ഇതാ കണ്ട, ഇതാണ് കാട്ടിലെ ജാമ്പയ്ക്ക എന്ന് പറയുന്നത്. ആ പയ്യൻ മുകളിൽ കയറി നമുക്കിതാ ജാമ്പയ്ക്ക പറിച്ചു തരുന്നുണ്ട്. കാട്ടിലെ ജാമ്പയ്ക്ക ഒന്നും കൂടെ ഉണ്ട്, അതും കൂടെ പറിച്ചോ. അതൊക്കെ തന്നെ അത്. പിന്നെ നിന്റെ കൈൻ്റെ എൻ്റെ കയ്യിൽ ഇതാ, എൻ്റെ കയ്യിൽ 3 എണ്ണം ഇരിപ്പുണ്ട്. ഇത് പഴുത്തതാണ്, ഇത് കാണിച്ചാണ്. ഇത് ഒരു വിളഞ്ഞ് കുറച്ച് പരുവായി വരുന്നതേ ഉള്ളൂ ഈ ജാമ്പയ്ക്ക. അപ്പം ഞാൻ രഞ്ജിത്തും കൂടെ ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് നിങ്ങളടുത്ത് ഇതിൻ്റെ രുചി എന്താണെന്ന് പറഞ്ഞു തരാം. ഞാൻ പഴുത്തത് ഇതാണ്. പഴുക്കുമ്പോൾ ഇങ്ങനെ ഇരിക്കും കാട്ടിലെ ജാമ്പയ്ക്ക. ഇതാ ഈ നമ്മളെ സാധാ ആന ജാമ്പയ്ക്ക പോലെ തന്നെയാണ്, നല്ല സോഫ്റ്റ് ആയിട്ടാണ് കേട്ടോ ഇരിക്കുന്നത്. ഞാൻ കഴിക്കാവേ. എങ്ങനെയുണ്ട് നീ പറ? അടിപൊളി. ഇത് നല്ല മധുരമുണ്ട്. കണ്ട, ഇത് മറ്റേ നമ്മളെ നല്ല പഞ്ഞി പോലെയാണ്, അത്രയ്ക്കും സോഫ്റ്റ് ആയിട്ടാണ് കേട്ടോ ഇരിക്കുന്നത്. കണ്ട, നല്ല മധുരമുണ്ട്. ഇത് ചവർപ്പായിരിക്കും. കണ്ട, ഇത് അധികം പഴുത്തിട്ടില്ല. അപ്പോൾ നല്ല പഴുക്കുമ്പം ഇതേപോലെ വെള്ള കളറാകും. വിട്, വെള്ള കളറാകും. അപ്പോൾ ഈ പരുവാകുമ്പോൾ നല്ല ടേസ്റ്റ് കിട്ടും, ഈ പരുവാകുമ്പോൾ അധികം ടേസ്റ്റ് കിട്ടില്ല. ഇതല്ലേ വേണ്ടത്? ഇത് പൊന്നട നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നല്ല ആപ്പിളിൻ്റെ ഒക്കെ ചെറിയ രുചിയില്ലേ, നമ്മളെ ആപ്പിളിൻ്റെ ചെറിയ രുചി, പിന്നെ ജാമ്പയ്ക്കയുടെ രുചി. എന്തായാലും അടിപൊളി ടേസ്റ്റ് കേട്ടോ. അപ്പോൾ എന്തായാലും ഇത് ടേസ്റ്റ് ചെയ്യാത്തവരുണ്ടെങ്കിൽ നമ്മളടുത്ത് പറഞ്ഞാൽ മതി, നിങ്ങൾക്ക് ഈ സാധനം നമ്മൾ കാണിച്ചു തരുന്നതായിരിക്കും.